ഞാൻ കരുതുന്നു ChatGPT പോലുള്ള ജനറേറ്റീവ് AI സംവിധാനങ്ങൾ സാഹിത്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും എഴുത്തുകാർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള സംശയമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തൽക്കാലം ഭയപ്പെടാനൊന്നുമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ChatGPTയുടെ ഇംഗ്ലീഷ് ഡോക്ടർ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷിന് തുല്യമായ മികവുള്ള ഇംഗ്ലീഷാണെങ്കിലും അതിൻ്റെ മലയാളം ഡോക്ടർ ശശി തരൂരിൻ്റെ മലയാളം പോലെയാണ്. അതുകൊണ്ട് തൽക്കാലം അതിന് മലയാളത്തിൽ കവിത എഴുതി എന്തെങ്കിലും പ്രശസ്തി നേടിക്കളയാനോ കഥ എഴുതി പ്രശസ്തി നേടാനോ ഉള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതൊരു വിഷയത്തിലേക്കും കൂടെ സൂചിപ്പിക്കുകയാണ്. ഡോക്ടർ സുനിൽ ഇവിടെ പറഞ്ഞ പോലെ ഇത് ഭാഷയും സർഗവൈഭവവും എല്ലാം പഠിച്ചെടുക്കുന്നത് ഈ ഭാഷയിൽ ഇതിനകം തന്നെ ഉള്ള എഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭണ്ഡാരം നമുക്കുണ്ട്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം തുല്യ അളവിലില്ല. ചെറിയ ഭാഷകൾക്കെല്ലാം ഈ പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ChatGPTയുടെ ഹിന്ദി വരെ വളരെ മെച്ചപ്പെട്ടതാണ്, മലയാളത്തിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഭാഷയ്ക്കൊരു വെല്ലുവിളി കാണുന്നതേ ഇല്ല. മിക്കവാറും വളരെ പൊട്ട കവിതകൾ മാത്രമേ ഇതിന് മലയാളത്തിൽ എഴുതാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ പൊട്ടക്കവിതയാണോ എന്ന് പറയാൻ ഒക്കില്ല. നമുക്ക് മുൻവിധി ഉണ്ടെങ്കിൽ ചിലപ്പം പൊട്ടക്കവിത അല്ലെങ്കിൽ പൊട്ടക്കഥ എന്ന് പറയാൻ ഒക്കും. ഇപ്പോൾ ഡോക്ടർ സുനിൽ പറഞ്ഞു ഒരുപാട് കവിതകൾ കൊണ്ടുവച്ചപ്പോൾ അത് സംശയം തോന്നി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു ടെസ്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഒരു AI എഴുതിയ ഒരു കഥയും അത് നല്ലതാണോ എന്ന് വിലയിരുത്തുന്നതിന് സാധാരണ മനുഷ്യരെഴുതിയ കഥകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് മാർക്കിടണം. അല്ല പ്രത്യേകം ഇട്ടാൽ നമ്മുടെ മുൻവിധി നമ്മളെ സ്വാധീനിച്ചു എന്ന് വരും. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇതിൽ വ്യാകുലപ്പെടേണ്ടത് ആരാണെന്നും കൂടെ ഒരു ചോദ്യം വരുന്നു. ഈ സർഗപ്രപഞ്ചത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഈ AI തയ്യാറാകുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നു സാഹിത്യം എന്ന് പറഞ്ഞ വാക്ക് വിശാല അർത്ഥത്തിൽ അത് എഴുത്തുകാരനും വായനക്കാരനും കൂടെ ചേർന്നതാണ്. ഇനി വായനക്കാരന് പ്രത്യേകിച്ച് വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് വായിക്കാൻ വേറെ ഒരു ഉൽപ്പന്നം കൂടെ കിട്ടുന്നു, അത് നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സ്വീകരിക്കുന്നു, ഇല്ലെങ്കിലില്ല. എല്ലാ സാഹിത്യകാരന്മാരും എഴുതിയത് എല്ലാവരും സ്വീകരിക്കുന്നില്ലല്ലോ. നമ്മളും ആ സാഹിത്യ സൃഷ്ടിയുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദാത്തമായ അനുഭൂതിക്ക് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അപ്പോൾ AI എഴുതിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വായനക്കാരൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഡോക്ടർ സുനിൽ പറഞ്ഞു ഇതിന് ജീവിതാനുഭവം ഇല്ല കമ്പ്യൂട്ടറിന്. കമ്പ്യൂട്ടർ ജീവിതാനുഭവം ഇല്ലാതെയാണ് എഴുതുന്നത്. പക്ഷേ വായനക്കാരനുണ്ടല്ലോ ജീവിതാനുഭവം. അപ്പോൾ അവൻ്റെ ജീവിതാനുഭവമായിട്ട് അനുരണനം ചെയ്യുന്ന ചില കാര്യങ്ങൾ കമ്പ്യൂട്ടർ യാന്ത്രികമായി സൃഷ്ടിച്ചു എന്ന് വരാം. കമ്പ്യൂട്ടറിന് അറിഞ്ഞൂടാ, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദീപനം ഉണ്ടാകുന്നു, പക്ഷെ അങ്ങനെ സൃഷ്ടിച്ചു എന്ന് വരാം. അപ്പം ഞാൻ കാണുന്നത് ഇത്രയും വികാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എഴുത്തുകാരെ ആണ് കൂടുതൽ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അതിന് പ്രശ്നമായിട്ട് കാണുന്നത്. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ വായിച്ചേ നോക്കുള്ളൂ. AI പറയുന്നില്ല നിങ്ങൾ ഇനി മുതൽ നോവൽ വായിക്കണ്ട, ഞങ്ങൾ സുഖിച്ചോളാം എന്നൊരു കമ്പ്യൂട്ടർ പറഞ്ഞാൽ അതിന് നമുക്കൊരു പ്രസക്തിയില്ല. അപ്പോൾ വായന നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പങ്ക് അതിൻ്റെ സൃഷ്ടിയും രണ്ടാമത്തെ പങ്ക് അതിൻ്റെ ആസ്വാദനവും വിമർശനവും ആണ്. അപ്പോൾ അതിന് യാതൊരുവിധ വെല്ലുവിളിയും ഈ സാങ്കേതികവിദ്യ ഉയർത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആദ്യഘട്ടത്തിൽ പറയാൻ ഒറ്റ കാര്യം കൂടെ പറയാം. നമ്മളിതുവരെ ഗൂഗിളിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ അത്ഭുതത്തെയാണ് നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരുന്നത്. ഞാനൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ഗൂഗിളിനെ മഹാഗുരു എന്ന് വിളിച്ചിരുന്നു. ഞാനിപ്പോൾ തിരുത്തുന്നു. കാരണം ChatGPT വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ഗൂഗിൾ മഹാഗുരു അല്ല. ഗൂഗിൾ ഒരു മഹാ ലൈബ്രറിയനാണ്. ഇൻ്റർനെറ്റിൽ ഇരിക്കുന്ന പല സാധനങ്ങളെയും ആവശ്യാനുസരണം പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ സാധിക്കുന്ന ഒരു ലൈബ്രറിയൻ, ഒരു മഹാപണ്ഡിതനാണ് ജനറേറ്റീവ് AI. അത് നമ്മുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ നമ്മൾ ഒരു പരിധി വിട്ട് വിമർശിക്കാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓർക്കുക, ഈ ChatGPT എന്ന് പറയുന്നത് 5 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് കൂട്ടിക്കൊണ്ടാണ്. ഈ 5 വയസ്സുള്ള കുട്ടിയെക്കുറിച്ചാണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി ഒരു 25 വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ അത് തീർച്ചയായിട്ടും അത് സർഗപ്രപഞ്ചത്തിനെ മുഴുവൻ മനുഷ്യരിൽ നിന്ന് അകറ്റുമെന്ന് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നുന്നില്ല.